ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് കരളലിയിക്കുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ്. ഒരു വീടിന് തീ പിടിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞ് കരിപുരണ്ട് ഒരു സ്ഥലത്തിരുന്ന് നിലവിളിക്കുന്ന ചിത്രം ആരുടെയും ഹൃദയം അറിയിക്കും. നമ്മുടെ അതിർത്തിയിൽ നിന്നുള്ള ചിത്രങ്ങൾ നൂറുകണക്കിന് ആളുകൾ, അത് കൂടുതലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനമതക്കാരും ന്യൂനപക്ഷങ്ങളാണ്, ഞങ്ങളെ രക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിയിൽ അത് രണ്ട് വേലിക്കിടയിൽ ഒരു നോമാൻസ് ലാൻഡുണ്ട്, അതിനിപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പം നമ്മളറിയാം, ഇപ്പോൾ ഗസ, പലസ്തീന് വേണ്ടി നമ്മൾ ഒരുപാട് കരയുന്നുണ്ട്. നമ്മുടെ പത്രങ്ങൾ ഒരുപാട് മഷിയും കടലാസും അതിനുവേണ്ടി ചെലവഴിച്ചു. പക്ഷേ ബംഗ്ലാദേശിലെ ഈ കുഞ്ഞുങ്ങളുടെ വിലാപം, അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന നമ്മുടെ സഹോദരിമാരുടെ വിലാപം ആരും കാണുന്നില്ല. ഒരു ചിത്രം പോലും നമ്മുടെ പത്രങ്ങളിൽ വരുന്നില്ല. മലയാളത്തിലെ വലിയ പാരമ്പര്യമുള്ള മാതൃഭൂമി ദിനപത്രം എഴുതിയത് ബംഗ്ലാദേശിൽ വസന്തമാണ് എന്നാണ് എഡിറ്റോറിയൽ എഴുതിയത്. എന്ത് വസന്തം? ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് പറയുന്നു എന്നറിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഒരു ഇടതുപക്ഷക്കാരനായ മാഷയുടെ മുന്നിൽ ഞാൻ പറയുകയാണ്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രദീപ് കുമാർ ഭൂമിക്ക്, അദ്ദേഹം പത്രപ്രവർത്തകരാണ്, റായ്ഗഞ്ച് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം ഡെയിലി ഖോബൈർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ലേഖകനാണ്. അവിടെ കർഷക തൊഴിലാളി സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ പ്രസ് ക്ലബ്ബിൽ കയറി നഗ്നനാക്കി കെട്ടിത്തൂക്കിയിട്ട് തല്ലിക്കൊന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയാണ്. അതിനെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ദേശാഭിമാനി പത്രം ഞാൻ നോക്കി, ഒരു വരിയില്ല. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പറയുന്നത്. അവിടെ കൊല്ലപ്പെടുന്ന ആളുകൾ ആരാണെന്ന് നോക്കിയാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പ്രദീപ് കുമാർ ഭൗമിക്കാണ്. ഇനി മറ്റൊരാളുണ്ട്, ഒരു ഗായകൻ രാഹുൽ ആനന്ദ ഹിന്ദു പേരുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം മതേതരവാദിയാണ്. ഹിന്ദു മതത്തിനെതിരായിട്ട് പ്രസംഗിച്ച് നടന്നിട്ടുള്ള, ഹിന്ദുക്കൾക്കെതിരെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ചില സംഗീതജ്ഞന്മാരുണ്ടല്ലോ, അവരെ പോലെ ഹിന്ദു വിരുദ്ധരായ ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 140 വർഷം പഴക്കമുള്ള വീട്ടിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ വന്നപ്പോൾ താമസിച്ചത്. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ 3000-ഓളം സംഗീതോപകരണങ്ങളുണ്ട്. ഇതെല്ലാം കത്തിച്ചു, വീടും കത്തിച്ചു. അദ്ദേഹത്തെയും ആക്രമിച്ചത് അദ്ദേഹം പേരുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ടാണ്. ഹിന്ദു അല്ല, ഹിന്ദു മതത്തിനെതിരെ മതേതരവാദിയായി ജീവിച്ചാലും അവസാനം വരുമ്പോൾ നീ ഹിന്ദുവാണ്, നീ കമ്മ്യൂണിസ്റ്റായാലും നീ മതേതരവാദിയായാലും ഹിന്ദു വിരുദ്ധനായാലും നീ ജനിച്ച കുലം ഹിന്ദുവാണെങ്കിൽ നിനക്ക് മരണമാണ് എന്ന് പറയുന്നൊരവസ്ഥ ബംഗ്ലാദേശിൽ കാണുകയാണ്. ലോകത്തെമ്പാടും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ഭയാനകമായ കൂട്ടക്കൊല ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അത് വസന്തമാണ്, ഹിന്ദു കൂട്ടക്കൊല വസന്തമാണെന്ന് പറയുന്നു. നമ്മുടെ പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ബംഗ്ലാദേശിലെ ഹിന്ദു നരഹത്യയെക്കുറിച്ച് ഭരണപക്ഷത്ത് നിന്ന് മന്ത്രിമാർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിച്ചാൽ ഒരൊറ്റയാളും ഒരക്ഷരം ഇടുന്നില്ല. ഹിന്ദുക്കൾ ലോകത്തെല്ലായിടത്തും കൊല്ലപ്പെടേണ്ടവരാണോ? അല്ല, ഇത്തരത്തിലുള്ള കലാപങ്ങൾ, അതായത് വർഗീയ കലാപങ്ങളായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. ഇത് വസന്തമായിട്ട് ആഘോഷിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അവിടെ നിലനിന്നിരുന്നതായിട്ടുള്ള ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് അത് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇറാനിൽ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമായിട്ട് ബംഗ്ലാദേശിൽ നമ്മൾ ഈ കാഴ്ച കാണുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, അതായത് മുസ്ലിം തീവ്രവാദികൾ അതിശക്തമായിട്ട് ഈ കലാപത്തെ ഹൈജാക്ക് ചെയ്യുകയും, കലാപം ഒരുപക്ഷെ പൊട്ടിപ്പുറപ്പെടുന്നത് വർഗീയത പുറത്താണെന്നില്ല, അവരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ ആയിരിക്കാം അതിന് തുടക്കമാകുന്നു. പക്ഷേ ആ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തായിക്കഴിഞ്ഞാലും അത് അവസാനം കൈകാര്യം ചെയ്യുകയും ഹൈജാക്ക് ചെയ്യുകയും ചെയ്ത് അവിടുത്തെ മുസ്ലിം ഫണ്ടമെൻ്റൽ. അല്ല, ഭാഷ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഡാക്ക യൂണിവേഴ്സിറ്റിയിൽ 2 വിദ്യാർത്ഥികളുണ്ട്, ആസിഫ് മഹാമുദ്, നൈൽ ഹസൻ. ഈ 2 വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥി സമരം തുടങ്ങി വെച്ചത്. അത് അവരുടെ ഇത് പോയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തു. അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. തീവ്രവാദികളുടെ കയ്യിലേക്ക് സാധനം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതിശക്തമായിട്ടുള്ള സാമൂഹ്യ പ്രതിഷേധത്തിൻ്റെ സാധ്യതയില്ലെങ്കിൽ, അതായത് ഒരു പ്രതിഷേധം വരികയാണ് ചെയ്യുന്നത്. ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആൾബലം അല്ലെങ്കിൽ സംഘബലം ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള പ്രതിഷേധ പോരാളികൾക്ക് ഇല്ലാതെ വന്നാൽ അത് എളുപ്പത്തിൽ മത തീവ്രവാദികൾ കൈകാര്യം ചെയ്യും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണത്, ഭീകരമായ പ്രതിഫലനമാണിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ വാർത്ത ചെയ്തില്ല എങ്കിൽ, അങ്ങനത്തെ ഒരു ന്യൂസ് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ, സത്യസന്ധമായി ഇവിടെ നടക്കുന്ന കാര്യത്തെ ലോകത്തെ അറിയിക്കുന്നതിൽ പത്രങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നേരത്തെ ഈ പ്രദീപ് കുമാർ ഭൗമിക് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവ് മാത്രമല്ല, അവിടുത്തെ മാധ്യമപ്രവർത്തകനാണ്. റായ്ഗഞ്ച് പ്രസ് ക്ലബിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് കെട്ടിത്തൂക്കി തല്ലിക്കൊന്നത്. എന്നിട്ട് അയാളെ കെട്ടിത്തൂക്കി നഗ്നനാക്കി പ്രസ് ക്ലബിലിട്ട് തല്ലിക്കൊല്ലുന്നു. ഇതിനേക്കാൾ തൂങ്ങിക്കിടക്കവേ അടിച്ചു കൊല്ലുകയാണ്. വീഡിയോ ഉണ്ട്, പക്ഷെ നമ്മൾ ആ വീഡിയോ ഇതിലൂടെ കാണിക്കുന്നില്ല, കാരണം അതിന് റെസ്ട്രിക്ഷൻസ് വരും. അതെ, അതിഭീകരമാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മനുഷ്യ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക? അത് വലിയ പ്രശ്നമാണ്. അത് അയാൾ ഹിന്ദുവാണ്, ഇതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്. അതേപോലെ തന്നെയാണ് ആനന്ദിൻ്റെ കാര്യവും. രാഹുൽ ആനന്ദ് അങ്ങനെ ആക്രമിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം മതേതരവാദിയാണ്, ഹിന്ദുയിസത്തിനെതിരെ പ്രസംഗിക്കുന്ന അവരെല്ലാം വളരെ മതേതര സ്വഭാവം പുലർത്തുകയും ലോകത്ത് സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കലാകാരന്മാരുടെ പ്രതീകമാണ്. അതെ, ഒരു സംശയിക്കുക. അതായത് ഇപ്പോൾ രാഹുൽ ആനന്ദ മതേതര, നമ്മുടെ SM കൃഷ്ണയെ പോലെ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നത്, ഹിന്ദു മതം കൊള്ളുകല്ലാത്ത മതമാണ്, ഞാൻ മതേതരവാദിയാണ്, ഞാൻ സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണെന്നൊക്കെ പറയുന്ന ആളാണ് രാഹുൽ ആനന്ദ. പ്രദീപ് കുമാർ ഭൗമിക്ക് അറിയാമല്ലോ, ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൻ്റെ ആളാണ്, കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും ഹിന്ദു വിരുദ്ധനായ മതേതരവാദിയായാലും നിങ്ങൾ ജനിച്ചത് ഹിന്ദു വംശത്തിലായതുകൊണ്ട് നീ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് മുസ്ലിം തീവ്രവാദികൾ പറയുന്നു. അതെ, അതൊരു ഗോത്ര സംജ്ഞയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ദുരന്തമാണ് ശരിക്കും പറഞ്ഞത്. ഇതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ വർഗീയവാദത്തെയും വർഗീയ കലാപത്തെയും ഏത് മതത്തിൽപ്പെട്ടവരായാലും അതിശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നേരത്തെ നമുക്കറിയില്ല, അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് അതിനെ കെട്ടിത്തൂക്കി ഒക്കെയാണ് ചെയ്തത്. ഇറാനിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട്, എത്രയോ കാലമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള കലാരൂപങ്ങളെല്ലാം തല്ലി തകർത്തു. ബുദ്ധൻ്റെ പ്രതിമ അഫ്ഗാനിസ്ഥാനിൽ എല്ലാ സ്ഥലത്തും ഇതാണ് സംഭവിക്കുന്നത്. എവിടെയൊക്കെയാണോ ഈ മത തീവ്രവാദം ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നത് അവിടെയൊക്കെ ആദ്യം അവർ തകർക്കുന്നത് പുസ്തകങ്ങളും അതേപോലെ തന്നെ കലാസ്വരൂപങ്ങളൊക്കെയാണ്. അത് തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രമാത്രം വൈകാരികമായിട്ട് ഈ വിശ്വസിക്കാത്ത ആളുകളെ കൊല്ലും. അതാണല്ലോ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അമാവി ലീഗിൻ്റെ ഒരുപാട് പ്രവർത്തകരെ അവർ ചുട്ടുകൊന്നുള്ളത് ശരിയാണ്, അതുപോലെ ഓഫീസ് തകർത്തുന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഇരയായിട്ട് വരുന്നത് അവർ മതജീവികളാണ്. മനസ്സിലായി? അതിൽ സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ, അതൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ഇവർ കശാപ്പ് ചെയ്യുക. ഈ കശാപ്പ് ചെയ്യുന്ന രീതിക്കെതിരെ പോരാടുക എന്ന് പറയുന്നതാണ്. കാരണം ഈ മത തീവ്രവാദം എപ്പോഴും നടത്തുന്ന ഓരോ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടറുകളായിരിക്കും. അതായത് നീ ഹിന്ദുവാണ് അതുകൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറയുന്നു, അതുപോലെ നീ മുസ്ലിമാണ് അതുകൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറയുന്നു, അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറയും. ഇതൊരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടറാണ്. മറ്റുള്ളവർക്കൊരു പാഠമായിട്ടാണ് അവർ പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായി? ബംഗ്ലാദേശിലുള്ള മുഴുവൻ മുസ്ലിം ഇതരരായിട്ടുള്ള ആളുകളെ അവർ പഠിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഭൗമിക്കിൻ്റെ നിര്യാണത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുശോചനം രേഖപ്പെടുത്തുമോ? അല്ല, അതല്ല അവർ ചെയ്യേണ്ട. അവർ അതിന് പ്രതിഷേധം രേഖപ്പെടുത്തല്ലേ ചെയ്യേണ്ടത്? പക്ഷേ അതല്ലേ ചെയ്യേണ്ടത്? ദേശാഭിമാനി പോലും വാർത്തയില്ല, കാരണം കൊന്നത് മുസ്ലിങ്ങളാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള, ഞാൻ നേരത്തെ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഈ പ്രീണനം എന്ന് പറയുന്ന സാധനം വളരെ അപകടകരമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചോളം. ഏത് മതത്തിനെ പ്രീണിപ്പിക്കാൻ നടന്നതിൻ്റെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. മതത്തിന് അതീതമായിട്ടുള്ള രീതിയിൽ കാണാനുള്ള, അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇവർ പ്രീണിപ്പിക്കാൻ നടന്നാൽ ഇവരുടെ കൂടെ ആരുണ്ടാവും? അല്ല, നാളെ ഇന്ത്യയിലും ഇത് സംഭവിക്കുമെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യയിലും ഇത് സംഭവിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദു നാമധാരികളായ നിങ്ങളും കൊല്ലപ്പെടും. അത് സ്വാഭാവിക. ഈ വർഗീയവാദത്തിൻ്റെ മുന്നിൽ നമ്മളുടെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലായിട്ടുള്ള ഡെസിഗ്നേഷനോ ഒന്നും യാതൊരു പ്രസക്തിയില്ല. മനസ്സിലായി? അവൻ വന്ന് താർക്കാണ് ചെയ്യുന്നത്, തീർത്തളയാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ നമ്മുടെ സുനിൽ പി ഇളയിടം ഇപ്പോൾ ബംഗ്ലാദേശിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? കൊന്നുകളയും അല്ലേ? അല്ല, അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഞാൻ സുനിലിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഏത് തരത്തിലും ഇതിന് മതത്തിനെതിരായിട്ട് സംസാരിക്കും നമ്മളാണെങ്കിലും കൊല്ലപ്പെടും. ഇത് സുനിൽ പി ഇളയിടത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എന്ന് ഭാവിക്കില്ല. സുനിലിനെ അറിയാം. അത് ഇവിടെ അദ്ദേഹം ഇതുപോലെ ഇവിടുത്തെ ഹിന്ദു തീവ്രവാദിക്കെതിരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരാലും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. തീവ്രവാദികൾക്കെതിരെ ഏത് മതത്തിൽപ്പെട്ടവർക്കെതിരെ സംസാരിച്ചാലും ആ പ്രശ്നം നിലവിലാണ്. തീവ്രവാദികൾ ലോകത്തെമ്പാടും ഒന്നും അഴിഞ്ഞാടിയൊന്നും ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ഗുജറാത്ത് കലാപം പറയാം. ഗുജറാത്ത് കലാപം ഗോദ്ര എന്ന് പറയുന്ന ഒരു ഭീകര തിരിച്ചടിയായിരുന്നു. നമ്മൾ പറയുന്നത്
സംഭവമായിരുന്നു. അല്ല, ഗൗരി ലങ്കേഷിൻ്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് അവർ വളരെ ഇൻസ്ട്രക്റ്റീവ് നേച്ചറോടുകൂടി തന്നെയാണ് ഗൗരി ലങ്കേഷിൻ്റെ കേസ് അവസാനം വന്നിട്ട് ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണെന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ സ്വത്ത് തർക്കത്തിന്റെ ഒരു വൈകാരികമായ തലം എന്ന് പറയുന്നത് ഈ തലത്തിലാണത്. ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞ ഒരുപാട് സാംസ്കാരിക മലിനീകരണം നടത്തിയതാണ്. അവസാനം കേസ് അന്വേഷിച്ച് പിടിച്ചപ്പോൾ അവരുടെ ഭാഗത്തെ ബന്ധുവിനെയാണ് പിടികൂടിയത്. അല്ല, ഞാൻ പറയുന്നത് അവരുടെയൊക്കെ കൊലപാതകത്തിൽ വൈകാരികമായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ആംഗിളിലാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അല്ല, അതും ഈ പറഞ്ഞ ഈ അജണ്ടയുടെ ഭാഗമാണ്. ആരെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട് എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ ഉടനെ ഹിന്ദുക്കളുടെ തലയിൽ വെച്ച് കൊടുക്കുക. ഇന്ത്യയിൽ നടക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. നീ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നീ നിരീശ്വരവാദിയാണെങ്കിലും നിന്റെ പേര് ഹിന്ദു ആണെങ്കിൽ നിന്നെ കൊല്ലണം. പക്ഷേ ഞാൻ ഇതിൽ ഏറ്റവും ലജ്ജാകരമായിട്ട് തോന്നുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യ വാർത്തയല്ല, ചിത്രമല്ല, ഒന്നുമല്ല. എന്നിട്ടും ഇവിടുത്തെ വിഡ്ഢികളായ ഹിന്ദുക്കൾ ഈ പത്രങ്ങളൊക്കെ കാശ് കൊടുത്ത് മേടിക്കുക. അല്ല, അതിപ്പോൾ നമ്മൾ ഈ പത്രം വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ ഈ സാധനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പത്രങ്ങളിൽ വരുന്ന വാർത്തകളേക്കാൾ വളരെ വേഗത്തിലാണ് നമ്മളുടെ ഈ മറ്റ് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ മോശമെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിങ്ങനെ പരന്നുകൊണ്ടിരിക്കും. ആ വാർത്തകൾ പോലും ഉൾക്കൊള്ളാനും അത് അവതരിപ്പിക്കാനും പറ്റാത്ത ഗസയിലെ കുഞ്ഞുങ്ങളുടെ എത്ര ചിത്രം പ്രസിദ്ധീകരിച്ചു, ബംഗ്ലാദേശിലെ ഒരു കുഞ്ഞിൻ്റെ എങ്കിലും പടം പ്രസിദ്ധീകരിച്ചു. അല്ല, അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പാർഷ്യൽ ക്യാരക്ടർ വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ അത് ആത്യന്തികമായിട്ട് അപകടത്തിലേക്കാണ് പോകുന്നത്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ഇതൊക്കെ മാറും. മാഷ് അങ്ങനെയൊന്നും പറയണ്ട. നാളെ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഏതായാലും ആയിരക്കണക്കിന് ആൾ കാണും. നാളെ പത്ര ഏജന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ ബംഗ്ലാദേശിലെ വാർത്ത, ഹിന്ദുക്കളെ ആക്രമിക്കപ്പെടുന്ന വാർത്തയും ചിത്രവും കൊടുക്കാത്തതുകൊണ്ട് മറ്റന്നാൾ മുതൽ പത്രം ഇടണ്ടെന്ന് ഒരു 10,000 പ്രേക്ഷകർ, നമ്മുടെ ഈ ഷോ മിനിമം ഒരു 50,000 പേര് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം കാണുന്നുണ്ട്. അതിൽ 10,000 പേർ നാളെ പത്ര ഏജന്റിനെ വിളിച്ചിട്ട് നാളെ തൊട്ട് പത്രം എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വാർത്ത വരും. പക്ഷേ ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതല്ലേ ഞാൻ പറയുന്നത്. മനുഷ്യനെ എപ്പോഴും പോസിറ്റീവായിട്ട് എൻലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രവർത്തനത്തെ, പത്രപ്രവർത്തനത്തെ ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെയുള്ള മാധ്യമരംഗത്തുള്ള ഏത് പ്രവർത്തനത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുള്ളൂ. അത് പോസിറ്റീവ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വലിയ ദുരന്തമായിരിക്കും എപ്പോഴും ഉണ്ടാകും. ഈ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂസസ്, ഇംബാലൻസ്ഡ് എന്ന് വെച്ചാൽ പാർഷ്യലായിട്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ഒരു വലിയ വിഷയമില്ലേ, നിർമ്മല കോടതി വിഷയം. നമ്മൾ സംസാരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് പോലും റിപ്പോർട്ട് ചെയ്തത്. പേടിയാണ് ഇവിടെ, പേടിയാണ്. അല്ല, അങ്ങനെ ഒരു കാരണവശാലും ആരും പേടിക്കരുതായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യം സ്വതന്ത്രമായ അല്ല, നമ്മളിത് പറയുന്നതിൻ്റെ പേരിൽ നമ്മുടെ നേരെ സൈബർ അറ്റാക്കാണ്. അറ്റാക്ക്, സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അറ്റാക്കൊക്കെ അതൊക്കെ പറഞ്ഞു. തുറന്ന് സംസാരിക്കുന്നവർക്കെതിരെ ഏത് സമയത്തും എപ്പോഴും ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ പ്രതീക്ഷിക്കാം. സൈബർ അറ്റാക്കാവാം, ചിലപ്പോൾ ശാരീരികമായിട്ട് നേരിട്ടുള്ള ആക്രമണങ്ങളാവാം, എന്തും സംഭവിക്കാം. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ എന്ത് കിട്ടുന്നത്, മേൽക്കൈ വരുന്നത്. അപ്പോൾ ഇവരുടെ മേൽക്കൈ ഒതുക്കുക എന്നുള്ളത് നമ്മളെ ജോലി എന്നാണ് എൻ്റെ അഭിപ്രായം. തുറന്ന് പറയുക. അങ്ങനെ തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ മാധ്യമങ്ങൾ പോലും ബാലൻസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ്. കാരണം മാധ്യമങ്ങളും ആത്യന്തികമായിട്ട് കച്ചവടത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെ കച്ചവടം ചെയ്ത് ഏറ്റവും കൂടുതൽ ഇത് വിറ്റഴിക്കാനായിട്ട് കഴിയും എന്നുവെച്ചാൽ വാർത്ത തന്നെ അവർ മസാലയൊക്കെ ചേർത്ത് പൊരിച്ച് വിൽപ്പന നടത്തുകയാണ്. നമ്മൾ ഒരുപാട് തവണയായി മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ അവസരവാദം വഞ്ചനാപരമായ നിലപാടിനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവർ തിരുത്തും, കുറച്ച് കഴിയുമ്പോൾ അവർ തിരുത്തും. എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഒരു 10,000 പേർ നാളെ പത്രം ഏജന്റിനോട് പറയട്ടെ, ബംഗ്ലാദേശിലെ വാർത്തകൾ കൊടുക്കാത്തതുകൊണ്ട്. ബംഗ്ലാദേശിലെ വാർത്തകൾ മാത്രമല്ല, എല്ലാം കൊടുക്കട്ടെ. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു ഹത്യയുടെ വാർത്തയും ചിത്രവും കൊടുക്കാത്തതുകൊണ്ടും മറ്റന്നാൾ മുതൽ എനിക്ക് പത്രമിടണ്ട എന്നൊരു 10,000 പേര് പറഞ്ഞാൽ കേരളത്തിലെ മലയാള മനോരമ വരെ വിറയ്ക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞല്ലേ രാഹുൽ ആനന്ദിൻ്റെ ആ വീട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് അദ്ദേഹത്തിൻ്റെ സംഗീത ഉപകരണങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി മലയാളത്തിൽ വന്നില്ല. ഇംഗ്ലീഷ് വാർത്തയും വന്നില്ല. ഇംഗ്ലീഷ് പോർട്ടലുകൾ കണ്ടത് അദ്ദേഹത്തെ കൊല്ലാൻ പിടിച്ചതാണ്. കൊന്നില്ല. കൊന്നു കഴിഞ്ഞാൽ ഇയാൾ ഫ്രഞ്ച് പ്രസിഡന്റ് വരെ വന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്റർനാഷണലി ഒരു പ്രത്യാഘാതം ഉണ്ടാവുന്നതുകൊണ്ട് കൊല്ലാതെ വിട്ടു. കയ്യിലുള്ള തുണി എടുത്തുകൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. എവിടേക്ക്? ഓടാനുള്ള സ്ഥലം ഇന്ത്യയാണ്. ഇന്ത്യ അയാളുടെ ഭാഷയിൽ ഹിന്ദു ഫാസിസ്റ്റുകളുടെ നാടുമാണ്.
അയാൾ രക്തസാക്ഷിയാവും. 56 57 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഹസീനയ്ക്ക് ധൈര്യമായി പോകാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ്. മോദിയുടെ ഇന്ത്യ മാത്രമാണ്. വർഗീയ ഫാസിസ്റ്റുകളുടെ ഇന്ത്യ മാത്രമാണ്. അല്ല, ബ്രിട്ടൻ പോലും അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ അകത്തൊക്കെ പലതരം താല്പര്യങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ നിൽക്കുന്നത്. അവരെ ഈ ബംഗ്ലാദേശ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് നിർമ്മിച്ചത് നമ്മളാണ്. അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ തലയിൽ മൂത്രമൊഴിക്കുന്ന ആളുകളെ കണ്ടു. ബംഗ്ലാദേശിലെ മൃഗശാലകളിൽ നിന്ന് മാനുകളെ ഓടിച്ചിട്ട് പിടിച്ച് വെട്ടിക്കൊന്ന് ഇറച്ചിയാക്കുന്നതുണ്ട്. അത് ബംഗ്ലാദേശിൻ്റെ വസന്തമെന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത്. അല്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ പത്രങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പത്രങ്ങൾ എന്ന് പറയണ്ട, മാധ്യമങ്ങൾക്ക്. മാധ്യമം അവരെ നയിക്കുന്ന ഒരേ ഒരു ഡിസൈൻ മാത്രമാണ്, ഒരേ ഒരു ഐഡിയോളജി മാത്രമാണ്. അവരുടെ എല്ലാം മാസ്റ്റർ ഒന്നാണ്. അത് മാറണം. അത് മാറാൻ വേണ്ടി നമ്മളെപ്പോലെയുള്ള മാധ്യമങ്ങളിലെങ്കിലും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അത് മാറില്ല. നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് മാറണമെന്നുണ്ടെങ്കിൽ ചാനലുകളിലെ വരിസംഖ്യ അടയ്ക്കാതിരിക്കുക. പത്രങ്ങളുടെ ഏജന്റുമാരോട് നാളെ മുതൽ പത്രമിടണ്ട. പൊതുവെ ഈ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ കാഴ്ചക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായി മാറുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാറണം. കാരണം ആ കുറവാണ്. കാരണം അതാണ് അവരുടെ ബിസിനസ്. ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ അതിലെന്താണ് പോരായ്മ. കോൺഗ്രസിൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയിലും ആക്രമിക്കും. ഞാൻ ഭയപ്പെടുന്നത് സൽമാൻ ഖുർഷിദ് ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും കൊല്ലും എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അങ്ങനെ അർത്ഥമാക്കാം. ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ഇന്ത്യയിൽ സംഭവിക്കുന്നു പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും കൊല്ലും. കാരണം ഒരു ഒവൈസി കൊണ്ട് പറഞ്ഞില്ലേ, അരമണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ പട്ടാളവും പോലീസും ഒന്ന് മാറി നിൽക്കുക, ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. അതെല്ലാവർക്കും അറിയാവുന്ന പട്ടാളവും പോലീസൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് പ്രദേശത്താണോ ഈ വർഗീയ ശക്തി, ഏത് വർഗീയത, ഇത് ഒരു വർഗീയ കക്ഷിയാണ് അവർക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. അതെ, അവരൊക്കെ എന്ത് അസംബന്ധവും തോന്നിയാസമാണ് പറയുന്നത്. ഒരു കാരണവശാലും അവർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യമാണ്, പറയാൻ പാടില്ലാത്തത്. പറയാൻ പാടില്ലാത്തത്. ഏതായാലും കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷിദ് പറഞ്ഞത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായമാണ്. കാരണം ഇന്ത്യ മുന്നണി ഇതുവരെ അത് തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കയിൽ നടന്നു, ബംഗ്ലാദേശിൽ നടന്നു, ഇന്ത്യയിൽ നടക്കുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഉള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റതങ്ങനെ പറയാൻ അദ്ദേഹം ധൈര്യപ്പെടുമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിന് അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ സാധാരണക്കാരനാണ്, ജീവിയല്ല. ഞാൻ ബുദ്ധിജീവി എൻ്റെ പേരിൽ പറയുന്നതല്ല. ഹിന്ദുക്കളെ, ഹിന്ദുവിൻ്റെ പേരുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വരെ കെട്ടിച്ച് കൊല്ലുകയാണ്. അപ്പോഴത്തേക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശ് ആവർത്തിക്കുന്ന പറഞ്ഞാൽ പാവപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിൽ ഇരിക്കുന്നത് എന്നെ ഉറപ്പായി കൊല്ലും. അല്ല, ഞാനത് കാണുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണേണ്ടതില്ല. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തുണ്ടാകുന്ന പക്ഷേ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ശരി, അതിനെ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് അതിന് കുഴപ്പമില്ലായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അപകടകരമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടാം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും തെറ്റല്ലേ? രാജ്യത്ത് അരാജകാവസ്ഥ ഉണ്ടാവണം, രാജ്യത്ത് കലാപം ഉണ്ടാവുന്നത് ഇന്ത്യയിലും ആവർത്തിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആവർത്തിക്കുന്നല്ല, ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കും എന്താണ് പറഞ്ഞത്? അതായത് തിരുത്തലല്ലെന്ന് പറയും. കാരണം അങ്ങനെയല്ല എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. രാജ്യത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും നടക്കാവുന്ന ഒരു സംഭവമായിട്ട് പറയാൻ പറ്റും. കേരളത്തിലെ ആളുകളുടെ മനസ്സ് എത്രമാത്രം വികൃതമായി ഭീകരമായിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് നമ്മൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ദുഃഖിച്ചു. ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി. ഇപ്പോൾ ഗുജറാത്തിലല്ല, യു.പിയിൽ കൻവാർ യാത്ര, ഗംഗാജലം സ്വീകരിച്ച് കോടിക്കണക്കിന് ഭക്തർ പോകുന്ന ഒരു തീർത്ഥാടന യാത്രയാണ്. അതിലൊരു വാഹനം അപകടത്തിൽപ്പെട്ട് 9 തീർത്ഥാടകർ മരിച്ചു. അതിൻ്റെ വാർത്ത മലയാളം ചാനലുകൾ ഓൺലൈനുകളിൽ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ താഴെ പൊട്ടിച്ചിരിക്കുന്ന 100 കണക്കിന് ഇമോജികൾ ഉണ്ടായിരുന്നു. അത് ആരിട്ടൊന്നും ഞാൻ പറയുന്നത്, ഇട്ടവരുടെ പേരുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ മനോരോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയുടെ പ്രതിഫലനമാണ്. അങ്ങനെ ഉണ്ടാവരുത്. നമ്മളിങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലും ഇത്തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച
മനസ്സുള്ള മനുഷ്യരുണ്ടാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടം. ഏതായാലും ബംഗ്ലാദേശിനെ രക്ഷിക്കേണ്ടതുണ്ട്. മുഹമ്മദ് യൂനസ് എന്നുള്ള പാവ ഇന്ന് അവിടെ അധികാരത്തിലെത്തിയിട്ടുണ്ട്. അയാൾ ബംഗ്ലാദേശിനെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിയോഗിച്ചവരുടെ അജണ്ട നടപ്പാക്കലാണ്. അല്ല, മുഹമ്മദ് യൂസിനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ നമ്മൾ പുലർത്തേണ്ടതുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് മാത്രമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടാൻ അതേക്കുറിച്ച് നമുക്ക് വിശദമായി പ്രത്യേകം സംസാരിക്കാം. ഏതായാലും ബംഗ്ലാദേശിൽ വലിയ നരഹത്യ, വംശഹത്യ, ഹിന്ദു കൂട്ടക്കൊല, ന്യൂനപക്ഷ ഹിംസ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ ചാനലുകൾ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ ജനപ്രതിനിധി സഭകൾ, പാർലമെൻറ്റിൽ ഒന്നും ഒരക്ഷരവും ആരും പറയുന്നില്ല. കാരണം അവർ ന്യൂനപക്ഷക്കാരാണ്. കൊല്ലുന്നത് ഇവിടുത്തെ വോട്ട് ബാങ്കിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അതുകൊണ്ട് ഇത് വാർത്തയേ അല്ല. അവർക്ക് വേണ്ടി സേവ് പറയാൻ ആരും വരത്തില്ല. സേവ് ഗസ ഇനിയും തുടരും. സേവ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് കുറയും. അതുകൊണ്ട് ഈ കൂട്ടക്കൊല അവിടെ നടന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.